പ്രിയപ്പെട്ടവരെ, ഇന്ന് ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് യേശുദേവനിൽ വിശ്വസിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ പേര് സൂചിപ്പിച്ചതുപോലെ തന്നെ യേശുദേവൻ എന്ന് യൂസ് ചെയ്തത് മനഃപൂർവ്വമാണ്. യേശുവിൽ വിശ്വസിക്കാനാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാനിപ്പോൾ തിരിച്ചു പറയുകയാണ്, യേശുദേവനിൽ വിശ്വസിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നും ലഭിക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് പലരും യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്. അത് ക്രിസ്ത്യാനി എന്നുള്ള വിഭാഗം മാത്രമല്ല, ഏത് മതവിഭാഗത്തിൽപ്പെടുന്ന വ്യക്തികളോട് ചോദിച്ചാലും ഭൂരിഭാഗം ആളുകളും യേശു എന്നുള്ള ചരിത്ര പുരുഷനിൽ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ നിരീശ്വരവാദികൾ പലരും യേശു ജീവിച്ചിരുന്നതായിട്ട് വിശ്വസിക്കുന്നുണ്ട്. പല കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ട് നടന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ അക്രൈസ്തവരായിട്ടുള്ള പലരും പറയുന്നുണ്ട്, യേശു ദൈവിക ശക്തിയുള്ള ഒരു ദേവനായിരുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് യേശുവിൻ്റെ അടുത്ത്, യേശു എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി തരാറുണ്ട് എന്നൊക്കെ അവകാശപ്പെടാറുണ്ട്. പലപ്പോഴും നമുക്കറിയാം, പല സെലിബ്രിറ്റീസും ഇങ്ങനത്തെ യേശുവിൻ്റെ ഈ വിശ്വാസം ഏറ്റു പറഞ്ഞിട്ടുള്ളവരാണ്. നമ്മുടെ മലയാളത്തിലും അല്ലെങ്കിൽ കേരളത്തിലൊക്കെയുള്ള നിരവധി സിനിമാ പ്രവർത്തകരും പല സെലിബ്രിറ്റീസൊക്കെ പറയാറുണ്ട്, ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. അതുപോലെ തന്നെ എൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്, അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി കിട്ടാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന പള്ളിയിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അപ്പോൾ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ വിശ്വാസമാണ് യേശുവിൽ. അതുപോലെ തന്നെ പല പള്ളികളിലും എനിക്ക് വിശ്വാസമാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അങ്ങനെ പറയുന്നവരുടെ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഓൾറെഡി ഒരു വിശ്വാസമുണ്ട്. ഇപ്പോൾ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട് വരുന്നവരാണെങ്കിൽ, അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെടുന്നവരാണെങ്കിൽ, അവർക്ക് ഒരു ദൈവം അവർ ആരാധിക്കുന്നുണ്ട്. അവർ ആ ദൈവത്തിനോട് ചേർന്നിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ ദൈവങ്ങളിൽ ഒരു ദൈവമായിട്ടാണ് യേശുവിനെ കാണുന്നത്. ഇപ്പോൾ ഹൈന്ദവ സങ്കല്പത്തിലാണ് ഇത് കൂടുതലായിട്ടുള്ളത്. മുസ്ലിം സമുദായത്തിൽപ്പെടുന്നവരൊന്നും അധികമായിട്ട് അങ്ങനെ യേശുവിൽ വിശ്വസിക്കുന്നവരായിട്ട് നമ്മൾ കാണാറില്ല. കാരണം അവർ യേശുവിനെ ഓൾറെഡി അവരുടെ ഖുർആനിലുണ്ട്. യേശുവിനെ ഒരു പ്രവാചകനായിട്ട് മാത്രമാണ് അവർ കാണുന്നത്. അതിൽ കൂടുതൽ യേശുവിന് അവിടെ റോളൊന്നുമില്ല. അപ്പോൾ എന്നാൽ ഹൈന്ദവ സമൂഹത്തിൽ അവർ പല ദൈവങ്ങളെയും ആരാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പലരും പല രീതിയിലാണ് പറയുന്നത്. ചിലർ പറയുന്നു ഒരു ഏകദൈവ വിശ്വാസമാണ്, എന്നാൽ ഒരു ദൈവത്തിൻ്റെ പല അംശങ്ങളാണ് പലതിലുള്ളത് എന്നുള്ള രീതിയിൽ കാണുന്നവരുണ്ട്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ദൈവങ്ങളായിട്ട് വിശ്വസിക്കുന്നവരുണ്ട്. ചില ദൈവങ്ങൾ വിശ്വസിക്കാതെ, ഇഷ്ടപ്പെടാതെ, അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ചില ദൈവങ്ങളിൽ മാത്രം വിശ്വാസം അർപ്പിക്കുകയും അവരോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ട്. അങ്ങനെ കുറച്ച് സങ്കീർണമാണ് ഹൈന്ദവ വിശ്വാസ സങ്കല്പങ്ങൾ. അപ്പോൾ അതിൽ നിരവധി ആരാധനാമൂർത്തികൾ അവർക്കുണ്ട്. അപ്പോൾ അവർക്ക് നന്മ നൽകുന്ന, അവരുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമായിട്ടാണ് യേശുവിനെ അവർ കാണാറ്. അവരപ്പോൾ പള്ളിയിലും പ്രാർത്ഥിക്കും, അമ്പലത്തിലും പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റു പല ഏത് സ്ഥലത്താണോ അനുഗ്രഹം കിട്ടുന്നത് അവിടെ ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവും ഇവർ. അവിടെയൊക്കെ ഇവർ നേർച്ച അർപ്പിക്കുന്നുണ്ടാവും, അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും മോട്ടീവ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ലോക ജീവിതത്തിലെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം അവർക്ക് ലഭിക്കാനായിട്ടാണ് അവർ ദൈവത്തെ കാണുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? യേശു എന്താണ് പഠിപ്പിച്ചത്? യേശുവിൻ്റെ യഥാർത്ഥത്തിൽ എന്തിനാണ് യേശു വന്നതെന്നും ഭൂമിയിലേക്ക് വന്നതെന്നും യേശു ക്രൈസ്തവ മൂല്യങ്ങൾ എന്താണ് പറയുന്നതെന്നും മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് ഇതുപോലുള്ള കാര്യങ്ങളിൽ വന്ന് നമ്മൾ പെടുന്നത്. നമുക്ക് ബൈബിളിലൊരു വചനം വളരെ കൃത്യമായിട്ടിത് പറയുന്നുണ്ട്.
ഈ ലോക ജീവിതത്തിന് വേണ്ടിയാണ് നിങ്ങൾ യേശുവിൽ വിശ്വാസം അർപ്പിച്ചതെങ്കിൽ നിങ്ങളെല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യവാന്മാരാണ് എന്നുള്ളത്. അതായത് ഈ ലോകത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ യേശുവിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാ മറ്റു വിഭാഗം ജനങ്ങളെക്കാളും നിർഭാഗ്യവാന്മാരാണ്. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ജനങ്ങൾക്ക് കിട്ടുന്ന ഉയർച്ച പോലും നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. മറ്റുള്ള ജനങ്ങൾ കാണുന്ന ലോകത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ലോകത്തിലെ വലിയ കാര്യങ്ങളൊന്നും യേശുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. അപ്പോൾ എന്താണ് യേശു നൽകുന്നത്? ക്രൈസ്തവ വിശ്വാസം എന്താണ് ഒരു മനുഷ്യന് നൽകുന്നത്? എന്നാൽ ദുരിതമാണോ? എല്ലാ ദിവസവും ദുരിതമാണോ ഒരു മനുഷ്യന് നൽകുന്നത്? അതോ സമ്പന്നതയിലുള്ള ജീവിതമാണോ? പിന്നെന്താണ് യേശു പറയാനായിട്ട് ഉദ്ദേശിച്ചത് മനുഷ്യരോട്? നമ്മൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ബേസിക്സ് എന്നുള്ളൊരു വീഡിയോയിൽ നമ്മൾ യേശു എന്തിനാണ് ഭൂമിയിലേക്ക് വന്നതിനെ പറ്റി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ ബേസിക് കൺസെപ്റ്റ്, അല്ലെങ്കിൽ യേശു വന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വളരെ കൃത്യമായിട്ട് യേശു പറഞ്ഞിട്ടുണ്ട്. യേശു വന്നത് ഒരിക്കലും ഈ ഭൂമിയിൽ ആളുകൾ നല്ലതായിട്ട് ജീവിക്കാനുള്ള, അല്ലെങ്കിൽ ആളുകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഭൂമിയിലുള്ള ഒരു ജീവിത ഉയർത്താനോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ടോ, പലരും യേശുവിനെ കാണുന്നത് ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്, അന്ന് വരെ ഉണ്ടായിരുന്ന പല അനാചാരങ്ങൾക്കെതിരെയും പ്രതികരിച്ച ഒരു ചരിത്ര പുരുഷൻ, പല നിരീശ്വരവാദികളും പല യുക്തിവാദികളൊക്കെ യേശുവിനെ അങ്ങനെ കാണുന്നുണ്ട്. സമൂഹത്തിലെ പല അനാചാരങ്ങൾക്കെതിരെ സ്ത്രീകളെ സഹായിച്ച വ്യക്തി, അതുപോലെ തന്നെ പല അവിടുത്തെ രാജ്യത്തിൻ്റെ നിയമങ്ങളെ ചോദ്യം ചെയ്ത വ്യക്തി, പുരോഹിത വർഗത്തിനെതിരെ ചാട്ടവാറെടുത്ത വ്യക്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യേശുവിനെ വിശേഷിപ്പിക്കാറുണ്ട്. അവരവരെ യേശുവിനെ അതുപോലെ കാണാറുണ്ട്. പല സംഭവങ്ങളിലും അവർ യേശുവിനെ തിരികെ കയറ്റാറുണ്ട് അവിടെയൊക്കെ, യേശു അങ്ങനത്തെ ആളാണെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ യേശു വളരെ കൃത്യമായിട്ട് പറഞ്ഞത് ഇതാണ്: ഈ ലോകത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, പക്ഷേ ഈ ലോകത്തിലുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടല്ല. ഈ ലോകത്തിലെ മനുഷ്യരെ മുഴുവനായിട്ട് രക്ഷിക്കാനായിട്ട്. അത് കേവലം ഒരു സമുദായത്തിൽപ്പെടുന്ന ഒരു യഹൂദ ജനത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല വന്നത്. യേശുവിൻ്റെ ലക്ഷ്യം പറഞ്ഞത് അദ്ദേഹം എപ്പോഴും അത് ക്ലിയറായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു: ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന്. അത് ഹൈന്ദവനായിക്കൊള്ളട്ടെ, മുസ്ലിം ആയിക്കൊള്ളട്ടെ, ഈജിപ്ഷ്യനായിക്കൊള്ളട്ടെ, ആഫ്രിക്കൻ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഇന്ത്യൻ ആയിക്കൊള്ളട്ടെ, ചൈനീസ് ആയിക്കോട്ടെ, എല്ലാ ജനത്തിനും വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം വന്നത് യഹൂദ ജനിച്ചത് യഹൂദ പാരമ്പര്യത്തിൽ ജനിച്ചെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലാണ് അദ്ദേഹം ജനിച്ച് എന്നുള്ള കാര്യമേ ഉള്ളൂ അവിടെ. കാരണം അദ്ദേഹത്തിന് എവിടെയെങ്കിലും ജനിക്കണ്ടേ, ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിക്കണ്ടേ. അപ്പോൾ അവിടെ അത് പല പ്രവചനങ്ങളുടെയും പിന്തുടർച്ചയായതുകൊണ്ട് പലർക്കും വാഗ്ദാനം ചെയ്തു കൊടുത്തിരുന്നു ദൈവം മുമ്പ്. ഇങ്ങനെയൊരു രക്ഷകനെ ഞാൻ നിങ്ങൾക്കായിട്ട് നൽകുമെന്ന് അവർക്ക് വാഗ്ദാനം ചെയ്തു കൊടുത്ത കാരണം കൊണ്ട് അദ്ദേഹം അവിടെയാണ് ജനിച്ചത്. എന്നിരുന്നാൽ അത് അവരുടെ മാത്രം സ്വന്തമായിട്ടുള്ളൊരു രക്ഷകനല്ല, അത് ലോകത്തിന് മുഴുവനായിട്ട് വന്ന രക്ഷകനാണ്. അപ്പോൾ എന്താണ് അദ്ദേഹം രക്ഷിക്കാനായിട്ട് വന്നത്? ബേസിക്കലി എല്ലാ മനുഷ്യരെയും പാപത്തിൽ നിന്ന് രക്ഷിക്കാനാണ് വന്നത്. അല്ലാതെ അവിടെ മനുഷ്യനക്ക് വേണ്ടിയിട്ട് അവൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റി കൊടുത്തരാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ യേശു പ്രസംഗിച്ചതും അത് തന്നെയാണ്: എല്ലാവരും പാപത്തിൽ നിന്ന് അകന്നു നിൽക്കാനും. നിങ്ങൾ ഈ ജീവിതം എന്നുള്ളത് വളരെ ക്ഷണികമായിട്ടുള്ളൊരു ജീവിതമാണ്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വേറൊരു ലോകം തന്നെ ഞാൻ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. അവിടേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ കൊണ്ടുപോകും. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഈ മരണം എന്നുള്ളത് കേവലം ഒരു വാതിൽ മാത്രമാണ്. ഈ മരണത്തിന് ശേഷം നിങ്ങൾ എന്നോടൊപ്പം നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ ഒരുമിച്ച് ജീവിക്കും എന്നുള്ള കാര്യമാണ് അദ്ദേഹം നിരന്തരം പറയാൻ ഉദ്ദേശിച്ചത്. ബൈബിൾ മുഴുവൻ അത് തന്നെയാണ് പറയുന്നത്. അതാണ് ബേസിക്സ്.
ഈ മരണത്തോടെ നമ്മൾ ആരും ഇല്ലാതായി തീരുകയില്ല. എല്ലാവരും ജീവിക്കും, നിത്യമായി ജീവിക്കും, ദൈവത്തിൻ്റെ കൂടെ വേറൊരു ലോകത്ത് എല്ലാവരും ഒരുമിച്ച് ജീവിക്കുമെന്നുള്ള സത്യമാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നമുക്ക് വരുന്ന നിങ്ങളുടെ ഈ ലോകത്തിലുള്ള എല്ലാ കഷ്ടതകളും ഞാൻ മാറ്റിത്തരാൻ വേണ്ടി ഞാൻ ഇരിക്കുന്നു, നിങ്ങളുടെ കഷ്ടതകളിൽ പ്രശ്നങ്ങളിലൊക്കെ പ്രതിവിധിയായിട്ട് ഞാനുണ്ട് എന്നുള്ള കാര്യമല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന എല്ലാവരെയും അദ്ദേഹം അനുഗ്രഹിച്ചിട്ടുണ്ട്, അതിലൊരു തർക്കമില്ല. നമുക്കറിയാം, ഒരു മനുഷ്യൻ പല മനോഭാവത്തിൽ കൂടെയും ദൈവത്തിൻ്റെ അടുത്തേക്ക് വരും. നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്നവർക്കൊക്കെ ദൈവം അനുഗ്രഹിക്കും. ദൈവം കരുണയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്. അപ്പോൾ അനുഗ്രഹിക്കും. ആ അനുഗ്രഹം എന്ന് പറയുന്നത് അവൻ അതുകൊണ്ട് ജയിച്ചു എന്നുള്ളതല്ല. നമ്മുടെ മഹാഭാരത കഥയിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ക്രൈസ്തവ മൂല്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്തു എന്തിനു വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ മനുഷ്യരും പാപത്തിലകപ്പെട്ടു പോയ മനുഷ്യൻ ആ പാപത്തിൽ നിന്ന് അവന് കരകയറണം. അപ്പോൾ അതിന് ദൈവം യേശുവായിട്ട്, ക്രിസ്തുവായിട്ട് ഈ ഭൂമിയിലേക്ക് വരാതെ അതിന് നിർവാഹമില്ല. ഒരു മനുഷ്യൻ്റെയും പാപത്തിന് പരിഹാരം ചെയ്യാൻ അവന് സാധിക്കില്ല. പല മതങ്ങളും പറയുന്നത് തങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് മായ്ച്ചു കളയാനായിട്ട് ഇന്ന പ്രതിക്രിയകൾ ചെയ്യുക, അല്ലെങ്കിൽ 1000 വട്ടം നിങ്ങൾ ഇന്ന കാര്യം ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന വ്രതമെടുക്കുക, ഇന്നത് ചെയ്യുക, ഇന്ന പരിഹാരം ചെയ്തു കഴിഞ്ഞ് നിങ്ങളുടെ പാപം തീരുമെന്നാണ്. പക്ഷെ ക്രിസ്തു പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കില്ല. കാരണം നിങ്ങൾ തന്നെ പാപിയാണ്. നിങ്ങളുടെ പാപം വെച്ചിട്ട് നിങ്ങൾക്കൊരു പരിഹാരവും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ പാപത്തിന് എത്ര വലിയ പരിഹാരം നിങ്ങൾ ചെയ്യും? നിങ്ങളൊരു ദൈവത്തിൻ്റെ മുന്നിൽ കുറേ പൂക്കൾ എറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തിന് മുന്നിൽ കുറേ മന്ത്രങ്ങൾ ഉരുവിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പാപം മുഴുവൻ തീരുമെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ മനുഷ്യനെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യം അത് നടത്താനായിട്ടാണ് ക്രിസ്തു വന്നത്. അതായത് ദൈവമായിരുന്ന ക്രിസ്തു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്നുകൊണ്ട് ഈ പാപം മൊത്തം ഏറ്റെടുത്ത്, എല്ലാ മനുഷ്യരുടെയും പാപം ഏറ്റെടുത്ത് കുരിശിൽ മരിച്ചുകൊണ്ട് ആ പാപത്തിന് എല്ലാത്തിനും പരിഹാരം ചെയ്തു, എല്ലാവർക്കും വേണ്ടി പരിഹാരം ചെയ്തു. അപ്പോൾ അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ആ പരിഹാരത്തിൻ്റെ ഗുണം കിട്ടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിൽ വിശ്വസിക്കുന്നവന് എൻ്റെ കൂടെ സ്വർഗഭാഗ്യത്തിൽ അവന് ജീവിക്കാനായിട്ട് സാധിക്കും. അതായത് ഈ പാപത്തിൽ നിന്ന് അവന് മോചനം ലഭിക്കും, അതോടൊപ്പം തന്നെ നിത്യമായിട്ട് അവന് ജീവിക്കാനായിട്ട് സാധിക്കും. അല്ലാത്തവൻ ഈ ഭൂമിയിലുള്ള ജീവിതം കഴിയുമ്പോൾ നമ്മുടെ ഈ അമ്പാറ്റ കൊഴിഞ്ഞു തീരണ പോലെ അവൻ നശിച്ചു പോകും. അവന് നിത്യമായിട്ടുള്ള മരണമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് അദ്ദേഹം വന്ന് എല്ലാവരുടെ അടുത്തും പറയാനായിട്ട് ഉദ്ദേശിച്ചതും. അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം അത് തന്നെയായിരുന്നു. അവനിലൂടെ എല്ലാവരും ദൈവത്തിലേക്ക് എത്തുക, അവനിലൂടെ എല്ലാവരും സ്വർഗത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ അവൻ്റെ കൂടെയുള്ള ദൈവരാജ്യത്തിലേക്ക് എത്തുക എന്നുള്ള കാര്യം. അതാണ് അതിൻ്റെ ബേസിക്സ്. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവൻ്റെ കൂടെ ദൈവവും ഉണ്ടാവും. അപ്പോൾ ഈ ഭൂമിയിലുള്ള ജീവിതം കേവലം ആ നിത്യതയിലുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്പാദന മാത്രമാണ്. നമ്മൾ മുമ്പ് അതിനെപ്പറ്റിയും പറഞ്ഞു. നമ്മുടെ രോഗം, പട്ടിണി എന്നുള്ള ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതം കേവലം, ഇപ്പം നമ്മളൊരു ഗെയിം കളിക്കുമ്പോൾ പറയാറില്ലേ, കുറേ പോയിൻറ്റ്സ് നേടാമെന്ന് പറയും. ഒരു ഗെയിമിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പല ടാസ്കുകൾ നമുക്ക് വരും. അപ്പോൾ ഓരോ ടാസ്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പോയിൻറ്റ്സ് നമുക്ക് കിട്ടും. ആ പോയിൻറ്റ്സ് അവസാനം നമ്മളെത്തിക്കുന്നത്, ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടുന്ന വ്യക്തികൾ ചിലപ്പോൾ പുതിയ ലെവലിലേക്ക് മാറും. അപ്പോൾ അത്രയധികം പോയിൻറ്റ്സ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ ലെവലിൽ തന്നെ വീണ്ടും ആദ്യം മുതൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അതേപോലെയുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണിത്. നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് നിത്യജീവിതത്തിലേക്ക് വേണ്ടിയിട്ടുള്ള സമ്പാദനത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളുടെ നന്മകൾ, പ്രവൃത്തികൾ മൂലം, അതുപോലെ തന്നെ നമ്മൾ ദൈവത്തെ അറിയുന്നത് മൂലം. അപ്പോൾ അതാണ് നമ്മൾ ഈ ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇവിടെ നമുക്കിപ്പോൾ വലിയ ആളാവണമെന്നോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല.
അതോടൊപ്പം ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് നല്ലത് തന്നെ വരുള്ളൂ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഈ ദാരിദ്ര്യമോ അല്ലെങ്കിൽ മറ്റുള്ള പ്രതിസന്ധികളൊന്നും ഒരാളുടെ അടുത്തേക്ക് വരില്ല. പിന്നെ വരുന്നുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം അറിയാതെ അത് സംഭവിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെയും അതിനുള്ള പ്രൊട്ടക്ഷൻ ദൈവം കൊടുക്കുന്നുണ്ട് എന്ന് കരുതി കൊണ്ട് ഈ ലോകത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കുമിഞ്ഞു കൂടുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറുമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ടോട്ടലി ഇങ്ങനെ വിശ്വസിക്കുന്നവർ, യേശുവിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടത്തി കിട്ടും. അപ്പോൾ അതേ ചിന്ത തന്നെ വളരെ അബദ്ധമാണ്. അതേ ചിന്ത തന്നെ അതിൽ തന്നെ തെറ്റാണ്. നിങ്ങൾ യേശുവിനെ മനസ്സിലാക്കി, നിങ്ങൾക്ക് അനുഗ്രഹം യേശുവിൽ നിന്നായിരിക്കില്ല ചിലപ്പോൾ ലഭിച്ചിരുത്. നിങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ടാവും, നിങ്ങൾ പോയി യേശുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് അവാർഡ് കിട്ടിയതെന്നോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉയർച്ച ലഭിച്ചതെന്നോ. യേശു അങ്ങനെ അവാർഡ് കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളല്ല. പക്ഷെ അറിയില്ല, ദൈവമാണ്. ദൈവത്തിന് ഇഷ്ടമുള്ളവർക്ക് ദൈവം എന്തുവേണ്ടി ചെയ്തു കൊടുക്കും, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അതല്ല അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കാതെ ദൈവം, അപ്പോൾ യേശുവിനെ നിങ്ങൾ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ടൊരു പ്രയോജനം ലഭിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭൂമിയിലുള്ള ജീവിതത്തിന് ചിലപ്പോൾ അത് കോട്ടകരമായിട്ട് ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കാം. അപ്പോൾ ആ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, യേശു ദേവനിൽ എല്ലാ ദേവന്മാരെയും പോലെ യേശുവിനെ വിശ്വസിച്ച് കഴിഞ്ഞിട്ട് ഒരു കാര്യവും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഒരു ഗുണവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. എന്നാൽ എല്ലാ ദൈവങ്ങളെക്കാൾ ഉപരിയായിട്ട്, അതായത് ആകെ ഒരു ദൈവമുള്ളൂ. ഇപ്പോൾ പറയുമ്പോൾ വിചാരിക്കുന്ന സെറ്റ് ഓഫ് ദൈവമുണ്ട്, അതിൽ യേശുവാണ് യഥാർത്ഥ ദൈവമെന്ന്. അങ്ങനെയല്ലല്ലോ. പ്രപഞ്ചത്തിലാകെ ഒരു ദൈവമുള്ളൂ. ആ ദൈവത്തിൻ്റെ പേരാണ് യേശു, അല്ലെങ്കിൽ ത്രിത്വത്തിലെ ഒരാളാണ് യേശു. ത്രിത്വിക ദൈവത്തിലെ ഒരാളാണ് യേശു. അപ്പോൾ പ്രപഞ്ചത്തിലാകെ ഒരു ദൈവമേ ഉള്ളൂ, അതാണ് യേശു. മറ്റുള്ളതൊന്നും ദൈവമല്ല എന്നുള്ളതാണ്. മറ്റുള്ളതൊന്നും ദൈവമല്ല എന്നുള്ളതാണ് ക്രൈസ്തവ സങ്കല്പം, ക്രൈസ്തവ വിശ്വാസം. അപ്പോൾ അവിടെ വേറൊരു ദൈവത്തിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ വേറൊരു ദൈവത്തിൻ്റെ പേര് പറയേണ്ട ആവശ്യമില്ല. കാരണം അത് തെറ്റിദ്ധരിച്ചുകൊണ്ട് പല ദൈവങ്ങളെയും വിളിക്കുന്നതാണെന്നാണ് ക്രൈസ്തവ വിശ്വാസം പറയുന്നത്. അപ്പോൾ പല ദൈവങ്ങളിൽ ഒരു ദൈവമായിട്ടും കാണാനും പറ്റില്ല. എല്ലാ ദൈവങ്ങളെയും മാറ്റി വെച്ചുകൊണ്ട് ആകെ ഒരു ദൈവമുള്ളൂ എന്നുള്ളത് ആണ് വിശ്വസിക്കേണ്ടത്, ഒന്നാമത്തെ പോയിന്റ്. അങ്ങനെ നിങ്ങൾ പരിപൂർണമായിട്ട് യേശുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ അവൻ്റെ രക്ഷ നിങ്ങൾക്ക് കടന്നു വരികയും നിങ്ങളുടെ പാപങ്ങൾക്കുള്ള മോചനം, അതുപോലെ തന്നെ നിങ്ങളുടെ അൾട്ടിമേറ്റായിട്ടുള്ള നിങ്ങളുടെ നിത്യ ജീവിതവും നിങ്ങൾക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾക്കത് ക്ലിയറായി എന്ന് കരുതുന്നു. വെൽക്കം ടു കോമൺ സെൻസ്.